ചാവക്കാട് പരപ്പിൽത്താഴം മാലിന്യ പ്ലാന്റ് ശോചനീയാവസ്ഥയ്ക്കെതിരെ കോൺഗ്രസ് നേതൃത്വത്തിൽ ധർണ നടത്തി. ചാവക്കാട് നഗരസഭയുടെ പരപ്പിൽത്താഴം ഖരമാലിന്യ സംസ്കരണ കേന്ദ്രത്തിന്റെ പുറത്ത് നിക്ഷേപിച്ചിട്ടുള്ള മാലിന്യങ്ങൾ കാരണം പരിസരവാസികളായ വൃദ്ധരും സ്ത്രീകളും കുട്ടികളും അടങ്ങുന്നവരെ രോഗശയ്യയിലേക്ക് തള്ളിവിടുന്നുവെന്നാരോപിച്ചായിരുന്നു കോൺഗ്രസ് പ്രതിഷേധം. പരപ്പിൽത്താഴം ട്രഞ്ചിംഗ് ഗ്രൗണ്ടിന്റെ സമീപം കോൺഗ്രസ് മണത്തല മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ധർണ KPCC സെക്രട്ടറി CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. എന്റെ പിന്നിൽ കാണുന്ന ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത് ഖരമാലിന്യ സംഭരണ കേന്ദ്രമാണിത്. അതായത് വെള്ളത്തിൽ അലിഞ്ഞു ചേരാത്ത, മറ്റൊന്നിലും ലയിച്ചു ചേരാൻ സാധിക്കാത്ത മാലിന്യങ്ങൾ ഖരമാലിന്യങ്ങൾ ഇവിടെ കൊണ്ടുവരും. ആ ഖരമാലിന്യങ്ങളെ ഈ കമ്പനിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അല്ലെങ്കിൽ കത്താൻ ശേഷിയുള്ളതും പ്ലാസ്റ്റിക്കുമായ സാധനങ്ങൾ തരംതിരിച്ച് അങ്ങ് തമിഴ്നാട്ടിലെ സിമന്റ് കമ്പനിയുടെ ചൂളയിലേക്ക് കൊടുത്തുവിടും. അത് പിന്നെ വരുന്നത് അവിടെ കാണുന്നതിലെ മൈക്രോ പ്ലാസ്റ്റിക് ആണുള്ളത്. അതായത് പ്ലാസ്റ്റിക് ഇവിടെ കൊടുത്തിട്ട് ഈ പ്ലാസ്റ്റിക് പൊടിപൊടിയായി നമ്മുടെ മണ്ണിൽ ലയിച്ചു ചേർന്നിരിക്കുകയാണ്. മണ്ണിന്റെ മുഴുവൻ ജൈവ ഗുണങ്ങളും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് തേർലി അശോകൻ അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത്, നഗരസഭാ പ്രതിപക്ഷ നേതാവ് KV സത്താർ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ബീന രവിശങ്കർ, യൂത്ത് കോൺഗ്രസ് സെക്രട്ടറി HM നൌഫൽ, INTUC ജില്ലാ സെക്രട്ടറി MS ശിവദാസ്, കൗൺസിലർമാരായ ഫൈസൽ കാണാമ്പള്ളി, കബീർ, അസ്മത് അലി, ഷാഹിദ പേള, സുപ്രീമ രാമചന്ദ്രൻ, ബേബി ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. മഹിളാ കോൺഗ്രസ് നേതാക്കളായ രേണുക, കാർത്തിയായിനി, ശൈല നാസർ, റുക്കിയ ഷൗക്കത്ത്, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ഷിഹാബ് മണത്തല, CP കൃഷ്ണൻ മാസ്റ്റർ, രാജൻ പനക്കൽ, MS ശിവദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. CCTV ന്യൂസ് ചാവക്കാട്.